എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത് തൃശ്ശൂർ ജില്ലയിൽ തേലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ശരിക്കും തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ നീങ്ങിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. തേലപ്പള്ളി പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 150-200 മീറ്റർ താഴെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് ഒരു 5.5 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇത് മൊത്തത്തിൽ 10 സെൻറ്റ് സ്ഥലമാണ്. അതിൽ ഏകദേശം 2600 സ്ക്വയർ ഫീറ്റിൽ പണിത 4 ബെഡ്റൂമുള്ള വീടാണ്. വീടിന് ചെറുതായിട്ട് പഴക്കമുണ്ട്, 15-16 വർഷത്തോളം പഴക്കമുണ്ട്. നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് പണിത വീടാണ് സുഹൃത്തുക്കളെ. നമുക്കിനി വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ആദ്യം കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ഈ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ്. ഇതൊരു 2 നില വീടാണ്, ചുറ്റും മതിലുള്ളതാണ് സുഹൃത്തുക്കളെ. എക്കാലത്തും നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന ഏരിയ തന്നെയാണ്. വറ്റാത്ത കിണറാണുള്ളത്, ഫ്ലഡ് ഫ്രീ ഏരിയയാണ്. ഇത് വീടിൻ്റെ പിൻഭാഗത്തൊരു വിറക് പുര ഉള്ളതാണ്. നിലവിൽ ആൾ താമസം ഇല്ലാത്ത വീടാണ്. ഈ ഭാഗത്താണ് കിണറുള്ളത്. കിണറൊന്ന് നമുക്ക് കണ്ടു നോക്കാം. കിണർ ശരിക്കും സ്ഥാനത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം എൻട്രൻസിൽ നല്ല വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്നതൊക്കെ മാർബിൾ തന്നെയാണ്. വീടിന് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ ജനലും വാതിലൊക്കെ ഇരുമുള്ളും പിന്നെ മഹാഗണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ ആദ്യം വരുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ്, ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ ആദ്യം വരുന്നത്. താഴെ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് മാർബിളാണ്. നല്ല വിശാലമായ ജനലും കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. ഈ ഭാഗത്താണ് മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ബിലോ ദി കൗണ്ടറാണ് ബേസിൻ മോഡലുള്ളത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റും മാർബിളും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ തൊട്ടിപ്പുറത്താണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡിസൈൻ വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് കിടക്കുന്നത്. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ 2 റൂമും മുകളിലത്തെ നിലയിൽ 2 റൂമും. അതിൽ 3 അറ്റാച്ച്ഡ് ആണ്. കബോർഡ്സിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇത് താഴത്തെ നിലയിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. അടുക്കളേൻ്റെ എല്ലാ വർക്കുകളും തീർത്തിട്ടുള്ളതാണ്. അപ്പർ ക്യാബിനറ്റിൻ്റെ വർക്കും ലോവർ ക്യാബിനറ്റിൻ്റെ വർക്കൊക്കെ തീർത്തിട്ടുണ്ട്. എല്ലാത്തിനും ഷട്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് C ഷേപ്പിലാണ് കിടക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു പുകയില്ലാത്ത വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. MS ഗ്രില്ലുകൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ വാഷ്റൂം കൊടുത്തിട്ടുണ്ട്.
ഇവിടുന്ന് പുറത്തേക്കുള്ള ഡോർ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി നമുക്ക് മുകളിലത്തെ നില ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയർസിന് കൊടുത്തിരിക്കുന്ന ഹാൻഡ് റെയിലൊക്കെ മരമാണ്, തേക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റെപ്സിന് കൊടുത്തിരിക്കുന്നതൊക്കെ മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വലിയൊരു ജനാല കൊടുത്തിട്ടുണ്ട്, വെളിച്ചവും കാറ്റും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കയറി വരുമ്പോൾ ഇവിടെ നല്ല വിശാലമായ ഒരു സ്പേസ് ഉള്ളതാണ്. ഇത് മുകളിലത്തെ നിലയിലത്തെ ആദ്യത്തെ ബെഡ്റൂം, മൂന്നാമത്തെ ബെഡ്റൂമാണ് വീടിൻ്റെ. ഈ മുറി മാത്രം അറ്റാച്ച്ഡ് അല്ല. ഈ ഭാഗത്താണ് നാലാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്, അറ്റാച്ച്ഡ് ആണ്. ഇത് ബാൽക്കണി, നല്ല വിശാലമായ ബാൽക്കണിയാണ്. ഓപ്പൺ ടെറസ് ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ. ഇത് മൊത്തത്തിൽ 10 സെൻറ്റ് സ്ഥലം, അതിൽ ഏകദേശം 2600 സ്ക്വയർ ഫീറ്റിൽ പണിത 4 ബെഡ്റൂമുള്ള വീടാണ്. ഇതിന് ആവശ്യപ്പെടുന്ന വിലയാണ് 80 ലക്ഷം രൂപ. പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അലക്കിയ തുണി ഉണക്കാനുള്ള സ്പേസ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഷീറ്റ് വർക്ക് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഉടൻ കാണാം. അതുവരെയും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം.